പ്രിയമുള്ള കൂട്ടുകാരെ, നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം കലാലയ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളേവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഈ വേദിയിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ കഴിഞ്ഞ 25 വർഷത്തെ ജീവിത സഫരിൽ ഒരു നോവലിലെ കഥാപാത്രങ്ങളെ പോലെ നാം ഏതെല്ലാമോ തീരങ്ങളിൽ എത്തപ്പെട്ടു. അകാലത്തിൽ നമ്മെ വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ സ്മരിക്കുന്നു. എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ജോസഫ്, പരീക്ഷാ ദിനങ്ങളിൽ അതിൻ്റെ തലേ ദിവസങ്ങളിൽ അവൻ തന്നിരുന്ന ഊർജം അത് വാക്കുകൾക്ക് അതീതമായിരുന്നു. ജോസഫ്, നിന്നെപ്പറ്റിയുള്ള ഓർമ്മകൾ എന്നും ജ്വലിക്കുന്ന ഒരു തിരുനാളമായി ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. നമ്മൾ ഇണങ്ങിയും കലഹിച്ചും സ്നേഹിച്ചും ആസ്വദിച്ചും കടന്നുപോയ നമ്മളുടെ ജീവസുറ്റ ആ പഴയ കലാലയ ജീവിതം. പ്രിയമുള്ളവരെ, നിങ്ങളെ ഏവരെയും ഞാൻ നമ്മളുടെ പഴയ ആ കലാലയ ജീവിതത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതൊരു സംഭവ കഥയാണ്. സിവിൽ എയിലെ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ബാബുവാണ് ഓർമ്മകളിൽ നിന്നും ഈ കഥ ചികഞ്ഞെടുത്തത്. ഇത് കഥാപ്രസംഗ രൂപത്തിലാക്കിയത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ അനിലും ബിജുവും ചേർന്നാണ് ഇതിനെ കഥാപ്രസംഗ രൂപത്തിൽ പരിചയപ്പെടുത്തിയത്. ഇന്ന് എന്നോടൊപ്പം ഈ വേദിയിലുള്ളത് തബല പ്രവീൺ ചേരാനല്ലൂർ, കീബോർഡ് നാസർ എടപ്പള്ളി. പ്രിയമുള്ള കൂട്ടുകാരെ, സിവിലിലെ ചങ്ങാതിക്കൂട്ടം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കലാലയത്തിലെ കാളരാത്രികൾ. ഈ കഥ നടക്കുന്നത് ഇവിടെ എങ്ങുമല്ല, കിഴക്ക് പെരുമ്പാവൂരിനുമപ്പുറം ഹൈറേഞ്ചിന്റെ കവാടമായ പ്രശാന്ത സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം. പൊക്കം കുറഞ്ഞ മലകളും പൊങ്ങി നിൽക്കുന്ന പാറക്കെട്ടുകളും പരന്ന പാടശേഖരങ്ങളും പാഴവാടെടുത്ത പെണ്ണുങ്ങളും പാട്ടുപാടാൻ അറിയാവുന്നവരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ കൊച്ചു ഗ്രാമത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, കാട്ടരുവികൾ കാട്ടുവള്ളികൾ നെടുതായി വളർന്നു കാട്ടരുവികൾ കാട്ടുവള്ളികൾ നെടുതായി വളർന്നു നിൽക്കും ഒന്നത്തെങ്ങുകൾ. കാട്ടരുവികൾ കാട്ടുവള്ളികൾ നെടുതായി വളർന്നു നിൽക്കും ഒന്നത്തെങ്ങുകൾ. കേരളത്തിൽ പേരുകേട്ട എമ്മേത്തോളെ, അന്നും ഇന്നും പേരുകേട്ട എമ്മേത്തോളെ, കേരളത്തിൽ പേരുകേട്ട എമ്മേത്തോളെ, അന്നും ഇന്നും പേരുകേട്ട എമ്മേത്തോളെ, നമ്മുടെ എമ്മേത്തോളെ, നമ്മുടെ എമ്മേത്തോളെ, കേരളത്തിൽ പേരുകേട്ട എമ്മേത്തോളെ. കാട്ടരുവികൾ കാട്ടുവള്ളികൾ നെടുതായി വളർന്നു നിൽക്കും കൊന്നത്തെങ്ങുകൾ. ആ ഗ്രാമത്തിന്റെ മധ്യത്തുകൂടി ഒരു ചെറിയ അരുവി കളകളാരം പൊഴിച്ചുകൊണ്ട് വളഞ്ഞു പുളഞ്ഞൊഴുകുന്നു. എന്താ നോക്കൂ, ആ ചെറിയ അരുവിയുടെ സമീപത്തായി ചെറിയൊരു കുന്ന്. ആ കുന്നിന്റെ മുകളിലായി തലയെടുപ്പോട് കൂടി നിൽക്കുന്ന അക്ഷര സരസ്വതി കനിഞ്ഞനുഗ്രഹിച്ച നമ്മുടെ ഏവരുടെയും അനുഭവങ്ങളുടെ സ്ഥിരാകേന്ദ്രമായ മെയ്സ് കോതമംഗലം. കേവലമൊരു ചെറുകുടിലല്ല, ജനകോടികൾ നമ്മുടെ കേവലമൊരു ചെറുകുടിലല്ല, ജനകോടികൾ നമ്മുടെ ജീവിതമാർഗം നമ്മൊരു
പരീക്ഷയും അതിനേക്കാളൊക്കെ ഉപരി സ്റ്റഡി ലീവ് കാലഘട്ടം എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒട്ടനവധി അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന സ്റ്റഡി ലീവ് കാലഘട്ടമുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡി ലീവ് വിശേഷത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതാ കാണുന്ന കോളേജിന് പുറകിലായി വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട്, അതിനപ്പുറത്ത് തലയെടുപ്പോട് കൂടി നിൽക്കുന്നതാണ് മെൻസ് ഹോസ്റ്റൽ. അതിനപ്പുറത്തായി കാണുന്ന ആ ചെറിയ പർണശാല, അതാണ് ഹോസ്റ്റൽ നിവാസികളുടെ പ്രധാനപ്പെട്ട 5 സ്റ്റാർ ഭോജനശാല എന്നറിയപ്പെടുന്ന മെസ്. പ്രിയമുള്ളവരെ, ആ മെസ്സിലെ ഭക്ഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊന്നും അവിടെ കിട്ടില്ല. പിന്നെയോ ചാള വറുത്തതുണ്ട്, പൊറോട്ട തണുത്തതുണ്ട്, വല്ലപ്പോഴും കാണാൻ കിട്ടും ചിക്കൻ്റെ ചെറിയ ചാള വറുത്തതുണ്ട്, തണുത്ത പൊറോട്ട, ചിക്കൻ്റെ എല്ലാം ഒരു കഷ്ണമാണ്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറില്ല, തുമ്പപ്പൂ നിറമുള്ള ചോറ് കിട്ടില്ല, ചെറുമണി ചോറില്ല, ഉപ്പിലിട്ട മാങ്ങയില്ല, ഉണ്ണാൻ വാ പിള്ളേരെ, ഉപ്പിലിട്ട മാങ്ങയില്ല, ഉണ്ണാൻ വാ പിള്ളേരെ. സമയം രാത്രി 7:30 മണി. അതാ മെസ്സിലെ പതിവ് ഭക്ഷണം കഴിഞ്ഞ് മെസ്സിന്റെ വാതിൽ കിടന്ന് ഉണഞ്ഞു മെലുകിയ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് കടന്നു വരുന്നു. ആരാണവൻ? എന്താണ് അവന്റെ പേര്? നമ്മുടെ ചന്തു അല്ലേ അത്? വടക്കൻ വീരകഥയിൽ ചന്തുവല്ല, ചന്തു എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ബാബു. ചന്തു ഡാ. ആ വിളി കേട്ട് സന്തോഷ് തിരിഞ്ഞു നോക്കി. അവനെ വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, ഈ കഥ പറയുന്ന ഞാൻ തന്നെയായിരുന്നു അവന് വിളിച്ചത്. സന്തോഷമായി. കാരണം സ്റ്റഡി ലീവിന് കമ്പൈൻ സ്റ്റഡിക്ക് വിളിക്കുകയാണെന്നാണ് സന്തോഷ് ധരിച്ചത്. പക്ഷേ അവര് തെറ്റി. വിളിച്ചത് ബൈജു ആണെങ്കിൽ അത് പഠിക്കാനല്ല. പിന്നെയോ ഞാൻ ആ ഹോസ്റ്റൽ നേരെ വിരൽ ചൂണ്ടി. ആ ഹോസ്റ്റലിലെ പ്രധാനികളെല്ലാം തന്നെ വരിയായി ഒരു റൂമിലേക്ക് വച്ചു പിടിക്കുകയാണ്. കണ്ടില്ലേ? മുന്നിൽ പോകുന്ന ആരാണ്? അത് സിവിൽ ബിയിലെ റിനോളിയനല്ലേ? അതിന് പുറകിലായി ഇലക്ട്രോണിക്സിലെ ഗുസ്തിക്കാരൻ പോളല്ലേ പോകുന്നത്. അതിന് പുറകിലായി മെക്കാനിക്കലെ സോമൻ, അതിന് പിറകിലായി മെക്കാനിക്കലെ സുനിലല്ലേ അത്. അങ്ങനെ ഓരോരുത്തരായി ആ വരികൾ സ്ഥാനം പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ നീണ്ട നിര എത്തിച്ചേരുന്നത് ഹോസ്റ്റലിലെ ശ്രേഷ്ഠ വീരശൂര പരാക്രമികളുടെ അലമ്പിന്റെ പടതലമായ റൂം നമ്പർ 456ലേക്കാണ്. 456ലെ അവിടുത്തെ റൂം അംഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടണേ. ആ കസേരയിലിരിക്കുന്നവരെ കണ്ടു. അതാണ് ഫുട്ബോൾ ഇതിഹാസം പെലെയ്ക്ക് ശേഷം ഫുട്ബോൾ ലോകം കണ്ട മഹാത്ഭുതം ഹഡിൽ സ്പിയൻ സിവിലേയിലെ ആബി. അതിനപ്പുറത്ത് വിശ്വോത്തര ബോർഡർ ഗ്ലാഡ്സസ്മാനെ അനുസ്മരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിവിലയിലെ വിജു ബ്രഹ്മിലെ അപ്പുറത്തിരിക്കുന്നത്. അതിനിപ്പുറത്തായി കസ്തൂരി ഗുളികയുടെ മൊത്ത വ്യാപാരി റോയ്ക്കുട്ടല്ലേ പുറത്തിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഇടയിൽപ്പെട്ട് പാവം ചെന്നായിക്കൂട്ടത്തിൽ അകപ്പെട്ട പോയുള്ള പാവം തോമച്ചനാണ് ആ റൂമിലെ 4ാമൻ. വന്നവരെല്ലാം ഒന്നിന്റെ അവരവരുടെ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി. ഉടനെ വിജുവിന്റെ ചോദ്യം, ഇന്ന് ഏതാ കളി? പന്നിമലത്ത് റിനുവിന്റെ ശബ്ദം വന്നു, ഇന്ന് മുച്ചീട്ട് മതി. അത് ആ കൂട്ടുകാരെല്ലാം തന്നെ ആ പാഠപുസ്തകങ്ങളില്ലാത്ത ടേബിളിന് ചുറ്റും മുച്ചീട്ട് കളിക്കായി തയ്യാറെടുക്കുകയാണ്. അത് അവർ മുച്ചീട്ടുകളെ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോരുത്തരായി കീച്ചുകയാണ്. ഞാൻ 2 കീച്ചുന്നു. അങ്ങനെ ഓരോരുത്തരായി കീച്ചു തീർന്നവരെല്ലാം, കാശ് തീർന്നവരെല്ലാം തന്നെ ആ കളിയിൽ നിന്ന് പതുക്കെ മുന്നോട്ട് പോവുകയാണ്. അന്ന് വിജുവിന്റെ ദിവസമായിരുന്നു, വിജുവിന്റെ പെരുശ ദിവസമായിരുന്നു അന്ന്. റിനു ഒഴികെ എല്ലാവരുടെ കയ്യിലെ കാശ് തീർന്നു. എല്ലാവരും തോറ്റ് പിൻവാങ്ങി. അതാ അവസാനപ്പെട്ട പോരാട്ടത്തിനായി വിജുവും റിനുവും നേർക്കുനേർ. യോധയിലെ മോഹൻലാലിനെയും ജഗതിയും ഓർപ്പിക്കുന്നവർ അവർ കച്ചകെട്ടി ആ കളിക്കളത്തിൽ ഇറങ്ങിയാണ് പ്രിയ കൂട്ടുകാരെ.
ഇന്ന് റിനുവിന് അപാര കൈയാണ്. വിങ്ങുന്ന മനസ്സോടുകൂടി ബിജു തന്റെ കൈ വിട്ടു. റിനുവിന്റെ ഉറക്കെയുള്ള ചിരി. റിനു ആഹ്ലാദ ചിത്തനായി. കാശെല്ലാം റിനുവിന്. എല്ലാവരും പറഞ്ഞു, എടാ റിനു കൈ കാണിക്കടാ, കൈ കാണിക്ക്. ആഹ്ലാദ ചിത്തനായ റിനു തന്റെ കൈ കാണിച്ചു. ട്രിപ്പിൾ ടേൺ. ആ നിമിഷം വിങ്ങുന്ന മനസ്സോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിജു തന്റെ വിട്ട കൈ കാണിച്ചു. ട്രിപ്പിൾ ഗുലാൻ. പൊട്ടിക്കരയുന്ന ബിജുവിനെയും കുട്ടി ആ ചങ്ങാതിക്കൂട്ടം ഹോസ്റ്റലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സുഹൃത്തുക്കളെ, രാത്രി 12:30 മണി. കട്ട പിടിച്ച കടുത്ത രാത്രി. രാത്രി ജീവികളുടെ ഭയാന ശബ്ദങ്ങൾ, ആരെയും ഭയപ്പെടുന്ന പ്രകൃതി, കുറ്റാക്കൂരിട്ട്. എങ്ങോട്ടാണ് ഇവരുടെ യാത്ര? തീരുമാനമായിട്ടില്ല. സാധാരണ ഈ യാത്ര LH വഴി താഴെ ജംഗ്ഷനിലെ കാപ്പിക്കടയിലാണ് ചെന്ന് നിൽക്കാറ്. ഉടനെ അബിയുടെ ശബ്ദം, ഇന്ന് റൂട്ട് മാറ്റിപ്പിടിക്കാം, ഇന്ന് മെയിൻ റോഡ് വഴി പോകാം, തിരിച്ച് LH വഴി തിരിച്ചു വരാം. അങ്ങനെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ആ ചങ്ങാതിക്കൂട്ടം മുന്നോട്ട് പോവുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, പോകാം, നമുക്ക് പോകാം, ജംഗ്ഷൻ വരെ ഒന്ന് പോകാം, പോകാം, നമുക്ക് പോകാം, ജംഗ്ഷൻ വരെ ഒന്ന് പോകാം. കാപ്പി കുടിച്ചിട്ട് നേരെ LH റൂട്ടിൽ പോരാം, പോരാം, പോകാം, നമുക്ക് പോകാം. ആ ചങ്ങാതിക്കൂട്ടം മുന്നോട്ട് പോവുകയാണ്. അവർ ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി ആർട്സ് കോളേജിന് മുന്നിലെത്തി. ആർട്സ് കോളേജിന് മുന്നിലെത്തിയ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശത്തിൽ അന്നത്തെ അലമ്പിന്റെ സൂത്രധാരന്റെ കണ്ണൊന്ന് തിളങ്ങി. ആ കണ്ണുകൾ ചെന്നപ്പെട്ടത് ആ റോഡ് സൈഡിൽ കിടക്കുന്ന ഉപയോഗശൂന്യമായ ഒരു കോൺക്രീറ്റ് പോസ്റ്റിലാണ്. പ്രിയ സുഹൃത്തുക്കളെ, അവന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഒട്ടനവധി ജനോപകാരപ്രദമായ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ള അവന്റെ മനസ്സിൽ ഒരു പദ്ധതി രൂപം കൊണ്ടു. റോഡ് സൈഡിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ പോസ്റ്റ് റോഡിന് കുറുകെ കിടക്കുന്നതല്ലേ ഇതിലും ഭംഗി? എല്ലാവരുടെയും ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. വാടാ, വെക്കടാ, എടുക്കടാ. നിമിഷ നേരം കൊണ്ട് ആ പോസ്റ്റ് റോഡിന് കുറുകെ. പെട്ടെന്ന് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് താഴെ നിന്ന് ഒരു വണ്ടി ഇരമ്പിപ്പാഞ്ഞു വരുന്നു. ആ വണ്ടിയുടെ വെളിച്ചം പോസ്റ്റ് ഓഫീസിന് സമീപത്തെ വളവ് തിരിഞ്ഞ് മുന്നോട്ട് വരികയാണ്. വിട്ടോടാ! വീരശൂര പരാക്രമങ്ങൾ ചിതറിയോടി. കുറെ പേർ നേരെ ഹോസ്റ്റലിന് നേരെ വച്ചു പിടിച്ചു. കോളേജിലും സ്കൂളിലും എവിടെയെങ്കിലും പന്തക്കാടുകളാണ് ഇവിടെ ലക്ഷ്യം. മറ്റു ചിലർ ആർട്സ് കോളേജിന്റെ മതിലെടുത്തു ചാടി കോളേജിന് പുറകിൽ ഒളിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഒട്ടും ആനന്ദിച്ചില്ല. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും മുന്നോട്ടോടി. പെട്ടെന്നായിരുന്നു ആ അകർച്ച കേട്ടത്. അമ്മേ! എല്ലാവരും ഞെട്ടിത്തിരിച്ചു പോയി. ആരുടെയാണ് ശബ്ദം? ഏറ്റവും മുന്നിലോടിയ സോമന്റെ ശബ്ദമല്ലേ അത്? പ്രിയമുള്ളവരെ, എല്ലാവരും നോക്കി നിൽക്കേ ഒരു സ്പ്രിംഗിൽ തട്ടിയ പോലെ മുന്നോട്ട് പോയ സോമൻ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരികയാണ്. സോമന്റെ ദീനരോധനം, വേറെ വഴിക്ക് വിട്ടോടാ, അവിടെ കമ്പിവേലയുണ്ട്. ചിരിക്കണോ കരയണോ എന്നറിയാതെ സോമനെയും പൊക്കി ഞങ്ങൾ കോളേജിന് പുറകിലെ പൊന്തക്കാട്ടിൽ അഭയം തേടി. വണ്ടിയുടെ ശബ്ദം അടുത്തടുത്ത് വരികയാണ്. എല്ലാവർക്കും ഭയമായി. പെട്ടെന്ന് ആ പോസ്റ്റിനടുത്തെത്തി വണ്ടിയുടെ ശബ്ദം നിലച്ചു. ഞങ്ങളുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. പോലീസാണോ അതോ മണൽ ലോബിക്കാരാണോ? പെട്ടെന്നായിരുന്നു ആ വണ്ടിയുടെ വീണ്ടും സ്റ്റാർട്ടാക്കുന്നു. അത് പുഴയെ ലക്ഷ്യമാക്കി പാഞ്ഞു പോവുകയാണ് ആ വണ്ടി. എല്ലാവർക്കും ആശ്വാസമായി. ഹോ, രക്ഷപ്പെട്ടു. അബിയുടെ ശബ്ദം. കമ്പിവേലിയിൽ പോയ എന്റെ തൊലി ആര് തരും?
സോമന്റെ ദീനരോദനം അത് കേൾക്കാതെ ആ ചങ്ങാതിക്കൂട്ടം എല്ലാത്തിനും മൂകസാക്ഷിയായി നിൽക്കുന്ന ആ നേവി ബോർഡിന്റെ സമീപത്തേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. അവർ ആ റോഡിലേക്ക് നോക്കി, മഹാത്ഭുതം. ആ റോഡിൽ കുറെ കിടന്ന പോസ്റ്റ് സൈഡിലേക്ക് മാറി കിടക്കുന്നു. ആ വണ്ടിയിൽ 1-2 പേർ മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. അവർ നിഷ്പ്രയാസമായി പുഷ്പം പോലെ ആ പോസ്റ്റ് എടുത്ത് മാറ്റിയിട്ടിരിക്കുന്നു. ഭാഗ്യം അവരുടെ കയ്യിൽ പെടാതിരുന്നത്. ആഹ്ലാദ ചിത്തരായ അവർ ഒരു പൂരപ്പാട്ടും ഒരു നൃത്തവും ചവിട്ടി ആശ്വാസം കണ്ടെത്തി. കാലം പോലായുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോലായുഗത്തിൽ താനേ താനേ തകതന്താനേ താനേ തന്താനേ താനേ തകതന്താനേ താനേ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോലായുഗത്തിൽ ആനന്ദം നൃത്തം ചവിട്ടുകയാണ്. അതിൽ ചിലർ അവരുടെ മുന്തിരിഞ്ഞ തലയിക്കെട്ട് നൃത്തം ചവിട്ടുകയാണ്. താനേ താനേ തനതന്താനേ താനേ കൊട്ടുമില്ലല്ലോ കുഴലുമില്ലല്ലോ കാലം പോലായുഗത്തിൽ കൊട്ടുമില്ലല്ലോ കുഴലുമില്ലല്ലോ കാലം പോലായുഗത്തിൽ തന്താനേ താനേ തകതന്താനേ താനേ തന്താനേ. എല്ലാവർക്കും പാടാം. തകതന്താനേ താനേ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോലായുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോലായുഗത്തിൽ ആദിയില്ലല്ലോ അന്തമില്ലല്ലോ കാലം പോലായുഗത്തിൽ ഉറച്ച ശബ്ദം. റിനു അളിയൻ എവിടെ? റിനുവിനെ കാണാനില്ല. എല്ലാവരും ഞെട്ടിക്കറച്ചു. റിനു നീ എവിടെയാണ്? എല്ലാവരും അവനെ ആ പൊന്തക്കാടുകളിൽ അന്വേഷിക്കുകയാണ്. 2 പേർ അവനെ തിരക്കി ഹോസ്റ്റലിലേക്ക് പോയി. മറ്റെല്ലാവരും റിനുവിനെ അവിടെ കാടുകളിലും പരിസരത്തും അന്വേഷിക്കുകയാണ്. ഞാനും അവരോടൊപ്പം കൂടി. തേടി കാടുതോറും നീ പോയൊരു വഴി എവിടെ? വഴിയാ നീ എവിടെ? തേടി തേടി ഞാനലഞ്ഞു. ഇല്ല, അവനെ ആർക്കും കണ്ടെത്താനായില്ല. അവനെവിടെ എങ്ങും കാണാനില്ല. പെട്ടെന്നാണ് ഹോസ്റ്റലിൽ അന്വേഷിച്ചു പോയവർ ആ അരണ്ട വിളിച്ച് തിരിച്ചു വരുന്നു. എല്ലാവരും അവിടേക്ക് ആകാംക്ഷയോടെ നോക്കി. 2 പേരല്ലേ പോയത്, തിരിച്ച് 3 പേർ വരുന്നുണ്ടല്ലോ. എല്ലാവർക്കും ആശ്വാസമായി. ആ 3-ാമൻ തീർച്ചയായും റിനു തന്നെയായിരിക്കും. അവർ ആ അരണ്ട വെളിച്ചത്തിൽ നിന്ന് ആ സ്ട്രീറ്റിന്റെ വെളിച്ചത്തിലേക്ക് വന്നു. എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റി. കരിവീട്ടിയുടെ ശരീര വെടിവോടെ അവിടേക്ക് എത്തിച്ചേർന്ന 3-ാമൻ മറ്റാരുമായിരുന്നില്ല, മെക്കാനിക്കലിലെ ശിവശങ്കരനായിരുന്നു. ഒരു പടക്കുറുമിനെ പോലെ, 40 കളരിയുടെ ആശാനെ പോലെ ശിവശങ്കരൻ നെഞ്ചു വിരിച്ചു. റിനു ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. ശിവശങ്കരന്റെ ശബ്ദം. എല്ലാവർക്കും ഭയമായി. റിനു എവിടെ? ഇനി മണൽ ലോറിക്കാർ അവനെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടാകുമോ? ഇനി എന്ത് ചെയ്യും? മണൽ ലോറിക്കാരൻ അവനെ രക്ഷിക്കാൻ നമുക്ക് പുഴയിലേക്ക് പോകാം. ശിവശങ്കർ ചേകവരുടെ ഉറച്ച ശബ്ദം കേട്ട് ആ പ്രകൃതി പോലും നിശബ്ദമായി. എല്ലാവരും ശിവശങ്കർ രക്ഷിക്കാനായി ആ പുഴയിലേക്ക് പോകാനായിട്ട് തിരിഞ്ഞു. പെട്ടെന്നാണ് ഒരു ചൂളം വിളി.
ചൂളം വിളി ഒരു പാട്ടിലേക്ക് വഴുതി മാറുകയാണ്. പൂക്കാലം വന്നു, പൂക്കാലം തേടുന്നോ, എല്ലാവർക്കും സന്തോഷമായി, മനസ്സിൽ ആശ്വാസം തിരയടിക്കാൻ തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, പാട്ട് പൂക്കാലമാണോ അത് റിനു അളിയൻ തന്നെ. ക്ഷീണിതനായ റിനു ആ വേദിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അവൻ തികച്ചും ക്ഷീണിതനാണ്. ഉടനെ അവന്റെ കൂട്ടുകാർ ചോദിച്ചു, എടാ റിനു, നീ എവിടെയായിരുന്നടാ? എവിടെയായിരുന്നു നീ? ഒരു മാരത്തൺ ഓട്ടം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ നിനക്ക്, നീ എവിടെയായിരുന്നു? എല്ലാവരുടെയും ആ ചോദ്യങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് റിനു ആ കഥയുടെ ചുരുളിച്ചു. നിങ്ങളോടൊപ്പം ഓടാൻ ഞാനും ഉണ്ടായിരുന്നു. ഭയവും സ്പീഡും ഒരുപോലെ കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നിലായി പോയതാണ്. ഒളിക്കാനായി ഒരു കുറ്റിക്കാട്ടിലേക്ക് കുനിഞ്ഞത് പെറ്റുകിടക്കുന്ന പട്ടിയുടെ അടുത്തേക്കായിരുന്നടാ. ആ പട്ടി എന്നെ 14 ലോകവും ഓടിച്ചു. അവസാനം ആ പട്ടി എപ്പോഴോ തോറ്റു പിന്മാറിയപ്പോൾ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെന്ന് ഞാൻ എൻ്റെ അറിവ് പോലും വിട്ടുപോയടാ. പ്രിയമുള്ളവരെ, ഈ കഥ കേട്ട് പ്രകൃതി പോലും കരഞ്ഞുപോയി. ആകാശത്ത് നിന്ന് ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി നടത്തുന്ന പോലെ തോന്നി. പക്ഷെ അത് വെറൊരു തോന്നൽ മാത്രമായിരുന്നു. വലിയൊരു മഴയുടെ തുടക്കത്തിലെ മഴത്തുള്ളികളായിരുന്നു. ആ മഴ നനഞ്ഞ് ആനന്ദ നൃത്തം ചവിട്ടി ആ ചങ്ങാതിക്കൂട്ടം LH വഴി ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ കഥയുടെ പൂർണ്ണമാകുന്നില്ല. ഇത്തരത്തിലുള്ള ഒട്ടനവധി അനുഭവങ്ങളുമായി ആ ചങ്ങാതിക്കൂട്ടം ഒരു തുടർക്കഥ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ കഥ ഇവിടെ പറഞ്ഞത് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് സമർത്ഥിക്കാനില്ല. പ്രിയ കൂട്ടുകാരെ, പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയ മക്കളെ, ഇതെല്ലാം തന്നെ പക്വതയില്ലായ്മയുടെ കാലത്ത് കൂട്ടുകെട്ടുകളിൽ ഉണ്ടായ അനുഭവങ്ങൾ മാത്രമാണ്. ഈ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇന്ന് ജീവിതത്തിലെ വളരെ ഉന്നത തലത്തിൽ ജീവിക്കുന്നവരാണ്. ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും, എൻ്റെ കൊച്ചുമക്കൾക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും സ്നേഹവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സിവിൽ ബിയിലെ ചങ്ങാതിക്കൂട്ടിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അവസാനപ്പെട്ട ഒരു ഗാനത്തിനാണ്. നമ്മളുടെ സമയം വൈകിയതിനാൽ നമ്മുടെ പ്രിയപ്പെട്ട കളക്ടറോട് എത്തിച്ചേർന്നിട്ടുണ്ട്.
ഞങ്ങൾ വിടവാങ്ങുന്നു പ്രിയപ്പെട്ട കൂട്ടുകാർ. So, ladies and gentlemen, with the permission of the chief guest, I would request you all to please put on your hands together and convey your gratification to Team Civil, Part B.